CPIM നേതാക്കളുടെ കണ്ണൂർ പയ്യാമ്പലത്തെ സ്മൃതി കുടീരങ്ങൾ വികൃതമാക്കിയ സംഭവത്തിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കണ്ണൂർ ചാല സ്വദേശി ഷാജിയാണ് അറസ്റ്റിലായത്. ആക്രി സാധനങ്ങൾ ശേഖരിച്ച് വിൽക്കുന്നയാളാണ് ഷാജി. അതിക്രമത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം ഇല്ല എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സജോ, രാഷ്ട്രീയ ലക്ഷ്യമില്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ടല്ലോ. എന്തിനാണ് ഇത്തരത്തിൽ ഈ സ്തൂപങ്ങൾ വികൃതമാക്കിയതെന്ന് പ്രതി പറഞ്ഞിട്ടുണ്ടോ? എന്താണ് പോലീസ് വ്യക്തമാക്കുന്നത്? കാര്യത്തിലൊരു വ്യക്തത വന്നിരിക്കുന്നു. കണ്ണൂർ പയ്യാമ്പലത്തെ CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾ ലായനി ഒഴിച്ച് വികൃതമാക്കിയ സംഭവത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇദ്ദേഹം കണ്ണൂർ ടൗണിലും ബീച്ച് മേഖലയിലുമൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ആക്രി സാധനങ്ങളും കുപ്പികളും ഒക്കെ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന ആളാണ്. വീട്ടിൽ ഒന്നും പോകാറില്ല. നാളുകളായി തന്നെ കണ്ണൂർ നഗരത്തിൽ തന്നെ വർഷങ്ങളായി താമസിക്കുകയും ഇത്തരത്തിൽ കുപ്പികൾ ശേഖരിച്ച് വിൽക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ ശേഖരിച്ച ഒരു കുപ്പിയിലെ പഴകിയ ശീതള പാനീയമാണ് ഈ സ്തൂപങ്ങളിൽ ഒഴിച്ചത്. എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഇക്കാര്യത്തിലില്ല. അതായത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്വഭാവക്കാരനാണ്. ആ ഘട്ടത്തിൽ അതായത് മദ്യം ഉൾപ്പെടെ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു പ്രകോപനം അദ്ദേഹം ചെയ്തതാണ്. അതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യമോ, അതായത് ഇക്കാര്യത്തിൽ പ്രധാനമായി ഉണ്ടായിരുന്ന ഒരു സംശയം അവിടെ കുമാര അഴീക്കോട് മുതൽ AKG വരെ വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളിലും സാഹിത്യകാരന്മാരുടെയും ഒക്കെ സ്മൃതി കുടീരങ്ങളുണ്ട്. അതിൽ EK നാരായണൻ, കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള CPIM നേതാക്കളുടെ മാത്രം സ്മൃതി കുടീരങ്ങളിൽ ലായനി ഒഴിച്ചതായിരുന്നു. അതിന് പിന്നിൽ ആസൂത്രണവും അല്ലെങ്കിൽ മുൻകൂട്ടി ഒരു ഗൂഢാലോചനയും ഒക്കെ ഉണ്ട് എന്ന് സംശയിക്കാനുണ്ടായ കാരണം. പക്ഷേ പ്രതി CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് പ്രധാനമായും അന്വേഷണം നടത്തിയത്. അതിൽ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതായത് ഈ സ്മൃതി കുടീരങ്ങളിൽ ലായനി ഒഴിച്ചു എന്ന് കരുതപ്പെടുന്ന സമയത്ത് തന്നെ ഇദ്ദേഹം അതുവഴി കടന്നു പോവുകയും ഈ കൃത്യം ആ ഘട്ടത്തിൽ ഇദ്ദേഹമാണ് അതുവഴി സഞ്ചരിച്ചതെന്ന് വ്യക്തമാവുകയും ചെയ്തിരുന്നു. പ്രതിയും ഈ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഒപ്പം ഈ സാമ്പിളുകൾ ശേഖരിച്ച, അതായത് സ്മൃതി കുടീരങ്ങളിൽ ഒഴിച്ച ലായനിയുടെ സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഇത് സോഫ്റ്റ് ഡ്രിങ്ക് തന്നെയാണ്, അതായത് ശീതള പാനീയം തന്നെയാണ് ഈ സ്മാരകങ്ങളിൽ ഒഴിച്ചിരിക്കുന്നത് എന്നതുകൂടി വ്യക്തമായി. അതായത് ഇദ്ദേഹം തന്നെ മൊഴിയിൽ പറഞ്ഞിരുന്നത് അവിടെ നിന്ന് കുപ്പി ശേഖരിക്കുന്നതിനിടയിൽ കിട്ടിയ ഒരു കുപ്പിക്കകത്ത് ഉണ്ടായിരുന്ന പാനീയമാണ്, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ലായനിയാണ് ഇതിലേക്ക് ഒഴിച്ചത്. അതായത് സോഫ്റ്റ് ഡ്രിങ്ക് തന്നെയാണ്, പഴകിയ ശീതള പാനീയമാണ്, അതിന്റെ സ്വഭാവം മാറും. അതുകൊണ്ടാണ് സ്മൃതി കുടീരങ്ങളിലെ വികൃതമാകുന്ന രൂപത്തിലേക്ക് അവ പോയത്. അതായത് ഏറെ നാൾ പഴകിയ ശീതള പാനീയത്തിന്റെ സ്വഭാവം മാറിയതുകൊണ്ടാണ് അവ ഈ സ്മൃതി കുടീരങ്ങൾ വികൃതമാക്കുന്ന രൂപത്തിലേക്ക് പോയത്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമോ ആസൂത്രണമോ ഇല്ല എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. പ്രതിയുടെ മൊഴിയും അതാണ്. ആ ഘട്ടത്തിൽ ചെയ്തു പോയത് എന്ന കുറ്റസമ്മതവും പ്രതി പോലീസിന് മുന്നിൽ നടത്തിയിട്ടുണ്ട്. അറസ്റ്റ് ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരി, സജോ ദേവസിയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.